നമസ്കാരം. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 446. ഓം ഗം ഗണപതയേ നമ. ഓം സം സരസ്വതേ സ്വാഹ. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം ശ്രീ രംഗനാഥ ശർമ്മണേ നമ. നാരായണ 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 നാരായണ. ഓം ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമ. ഓം ശ്രീകൃഷ്ണായ പരമാത്മനേ നമ. ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. ശ്രീകൃഷ്ണ കഥാമൃതം ഭാഗം 446. ഇവിടെ സർഗം 200 ദേവാസുര യുദ്ധം കാലനേമി വധം എന്നുള്ള ഭാഗത്തിൽ 47ാമത്തെ ശ്ലോകമാണ് കഴിഞ്ഞ എപ്പിസോഡിൽ പറഞ്ഞു നിർത്തിയത്. അത്ര തന്നേശ്വരം കൊണ്ട് മുറിച്ചാനവയൊക്കെയും ചിരിച്ചു കണ്ടൊളുപ്പത്തിൽ വീര്യവാനായ വാസവൻ. അതായത് ദൈത്യേയന്മാർ എന്തെല്ലാം മന്ത്രശാസ്ത്ര ശസ്ത്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ടോ അതിനെയൊക്കെ പ്രതിവിധി ചെയ്തുകൊണ്ട് ഇന്ദ്രൻ പകരം വീട്ടി എന്ന് ചുരുക്കത്തിൽ പറയാം. അത് കഴിഞ്ഞ് 48ാമത്തെ ശ്ലോകം എന്താ പറഞ്ഞത്? അത് കണ്ട് എത്രയും കോപിച്ചു ഗ്രമാം വേല എടുക്കവേ അതും മുറിച്ചാൻ അതുപോൽ അതേ അസ്ത്രമെടുത്തതും. അതായത് ദൈത്യേയന്മാര് അവരുപയോഗിക്കുന്ന ആയുധങ്ങളൊക്കെ ഇന്ദ്രൻ നശിപ്പിച്ചപ്പോൾ വലിയൊരു വേല, അതായത് ഒരു ശൂലെടുത്തു. ഉഗ്രമാം വേലൊടുക്കവേ അതും മുറിച്ചാനതുപോൽ അതേതസ്ത്രം എടുത്തതും. പ്രത്യസ്ത്രം ചെയ്തു. വേറൊരു വേല ഇദ്ദേഹം അങ്ങോട്ട് പ്രയോഗിക്കാൻ വേണ്ടി എടുത്തു. ആസുരീയമായയാൽ മാഞ്ഞു ബലി. അസുരന്മാർക്ക് മായയുണ്ട്. അപ്പോൾ ബലിനെ കാണാനില്ല, നേതാവിനെ കാണാനില്ല. പെട്ടെന്നു ദേവകൾ തങ്ങൾ തൻ മുകളിൽ കണ്ടാരൊരു വമ്പിച്ച പർവ്വതം. ആകാശത്ത് വലിയൊരു പർവ്വതം പോലെ കണ്ടു. പടർന്നു കാട്ടുതീയെങ്ങും കത്തി വീഴുന്ന മന്മരം. മായ ഉപയോഗിച്ച് 4 ഭാഗം വലിയ കാടുകളായിട്ട് വലിയ വലിയ മരങ്ങൾ കത്തി താഴെ വീഴുന്നതായിട്ടുള്ള പ്രതീതി അവർ ജനിപ്പിച്ചു. തങ്ങൾക്കു നഷ്ടകഷ്ടങ്ങൾ അണച്ചു പലമാതിരി. അങ്ങനെയാണ്. അതാണ് മായാമോഹിതമായിട്ടുള്ള ജീവിതത്തിലെ നഷ്ടങ്ങളെപ്പറ്റി മാത്രമേ നമ്മൾ സംസാരിക്കൂ. നല്ലതിനെപ്പറ്റി നമ്മൾ സംസാരിക്കില്ല. അതാണ് ഏറ്റവും വലിയ ഗുണപാഠം ഇതിൽ. പുലിയും പന്നിയും സിംഹങ്ങളും പാമ്പ് ചുരുട്ടയും നിറഞ്ഞു കാട്ടാനകളും ചീറിയോടുന്നു ഭീകരം. ഒരു മായ യുദ്ധമാണത്. അത്ര മതി. നമുക്കതിൽ ആശയങ്ങളൊന്നും വേണ്ട. രാക്ഷസന്മാരെടുക്കാത്ത പല രാക്ഷസിമാരോടും ശൂലത്താൽ നിങ്ങളെ കുത്തിക്കൊല്ലുമെന്നൊരു ചെയ്യുകയാം. രാക്ഷസന്മാരെടുക്കാത്ത പല രാക്ഷസിമാരോടും ശൂലത്താൽ നിങ്ങളെ കുത്തിക്കൊല്ലുമെന്നുര ചെയ്യുകയാം. അല്ലേ? പ്രകോൽപ്പിക്കാന്ന് പറയും അതിനെ. കരിങ്കാൽ നിരവാനെങ്ങും ഇടിയൊച്ച ഭയങ്കരം കൊടുങ്കാറ്റടിയും ചാറിത്തുടങ്ങി പടുതീമഴ ചൂടുതീമഴ. ദൈത്യൻ നിർമ്മിച്ചതാം തീയും കാറ്റും ചേർന്ന മഹാജ്വലം ദേവസൈന്യം ദഹിപ്പിപ്പാനണയും പ്രളയാഗ്നിയായി. ഇപ്പോൾ ഭഗവാൻ കൂടെയുണ്ട്. മാത്രമല്ല അമൃതം സേവിച്ചിട്ടുണ്ട്. എന്നാലും ദൈത്യരുടെ പരാക്രമത്തിൻ്റെ മുമ്പിൽ ഇവരൊന്ന് പകച്ചു എന്ന് വേണമെങ്കിൽ പറയാം. പ്രളയാഗ്നിയായി ഓളവും ചൂഴിയും കാറ്റാൽ പൊങ്ങുന്ന തിരമാലയും തടം തല്ലി തകർക്കുന്ന കടൽ അത്യന്ത ഭീകരം. ബലിയല്ലീ വിധം ദൈത്യരെ വരും തീർത്ഥമായയാൽ. ബലിയല്ല ഇത്. ഈ വിധം ദൈത്യരേവരും തീർത്ഥമായയാൽ വിഷണ്ണരായി വല്ലാതെ കുഴങ്ങിപ്പോയി ദേവകൾ. ഭഗവൽ കൃപയല്ലാതില്ലിനി യാതൊരു രക്ഷയും എന്നോർത്തുള്ളാൽ വിളിച്ചിടെ അണിഞ്ഞാനവിടം പ്രഭു. ഇപ്പം എന്താ മനസ്സിലായത്?
അമൃതപാനം ചെയ്തിട്ടും രാക്ഷസന്മാരുടെ അടുത്ത് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല എന്ന് തന്നെയാണ് പറഞ്ഞതേ. അപ്പോൾ അതുവരെ അവർ ഈശ്വരനെ വിചാരിച്ചുവോ? ഇല്ല, നമ്മളെപ്പോലെ തന്നെയാണ്. ബോണസ് ഉണ്ട്, അല്ലെങ്കിൽ വൻ പാക്കേജ് ഉണ്ട്, ഫ്ലാറ്റ് ഉണ്ട്, പിന്നെ ഗാഡി ഉണ്ട്, അല്ല പിന്നെ വണ്ടിയുണ്ട്, നിക്ഷേപങ്ങൾ ഒരുപാടുണ്ട് എന്നൊക്കെ നമ്മൾ വിചാരിക്കും. പക്ഷേ എൻ്റെ അച്ഛൻ ചെറുപ്പകാലത്ത് പറഞ്ഞു, ഒന്ന് വിറച്ച് പനിച്ചാൽ ചികിത്സിക്കാനുള്ള പാങ്ങുണ്ടോ എന്ന് പറഞ്ഞാൽ ഇല്ല എന്നർത്ഥം. വിറച്ച് പനിക്കുക എന്ന് പറഞ്ഞാൽ ഈശ്വരൻ നമ്മളെ കൊണ്ടുപോകാൻ തയ്യാറായിട്ടിരിക്കുമ്പോൾ അതിനെ എതിര് പറയാൻ പറ്റില്ല എന്നർത്ഥം. അപ്പോൾ ഇവിടെ അപ്പോൾ അവസാനം ഇത് തന്നെ രക്ഷ എന്ന് എഴുതിയിട്ടുണ്ട്. 5 കള്ളിയിലും മുട്ടിയാൽ ഈശ്വരനെ വിളിക്കാൻ നിവൃത്തിയുള്ളൂ. അപ്പോൾ അതിൻ്റെ മുമ്പ് തന്നെ ഈശ്വരനെ വിളിച്ചാൽ ഈ മായയിൽ പോയി കുടുങ്ങില്ല. മായാധിപനായിരിക്കുന്ന ഈശ്വരൻ്റെ സവിധത്തിൽ മായക്കൊന്നും ചെയ്യാൻ പറ്റില്ല. ഭഗവത് കൃപയല്ലാതില്ല ഇനി യാതൊരു രക്ഷയും എന്നോർത്ത് ഉള്ളാൽ വിളിച്ചിടെ അണഞ്ഞാനവിടം പ്രഭു. ഇവിടെ ഒരു 3 ശ്ലോകം ഞാൻ ബ്രാക്കറ്റ് ചെയ്തിട്ടുണ്ട്. അതായത് 58, 59, 60 എന്താണെന്ന് നമുക്ക് വായിക്കുമ്പോൾ മനസ്സിലാവും. പീതാംബരം അണിഞ്ഞ് 8 തൃക്കൈകളിലും ആയുധം. ഭഗവാനെ വർണ്ണിക്കുകയാണ്. സാധാരണ ഭാഗവതത്തിൽ നമ്മൾക്ക് ചതുർഭുജനായിട്ടുള്ള ഭഗവാനെ മാത്രമേ അറിയുള്ളൂ. അങ്ങനെയല്ല, ഭഗവാൻ വിഷ്ണുവിന് 8 കൈകളുണ്ട്. അപ്പോൾ വിഷ്ണു പൂജ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈരട്ട് 16 കയ്യിലുള്ള ആയുധങ്ങളെ പൂജിച്ചിട്ട് വേണം വിഷ്ണുവിനെ പൂജിക്കാൻ ഒരു വിധി പറഞ്ഞിട്ടുണ്ട് വേദത്തിൽ. അതിപ്പോൾ നമ്മൾക്ക് അറിയണില്ല. എല്ലാവരും വിഷ്ണു പൂജ എന്ന് പറഞ്ഞാൽ ഗുരുവായൂരപ്പൻ്റെ ഒരു ഫോട്ടോ വെച്ച് 3 പൂവ്, 3 വെള്ളം, 3 ചന്ദനം, 3 പുഷ്പമൊക്കെ കൊടുത്ത് ഒരു ധൂപും ദീപും കാണിച്ച് ഒരു നിവേദ്യം കാണിച്ചു ഒരു ആരതിയും കാണിച്ചാൽ 5000 രൂപ ദക്ഷിണയായി ഇന്നത്തെ കാലത്ത്. അങ്ങനെയൊന്നും അല്ല കാര്യങ്ങളുടെ കടപ്പ് കിടക്കുന്നത്. മനസ്സിലായില്ലേ? ഷോഡശ സംസ്കാരം വിപുലമായിട്ട് ചെയ്യുകയാണെങ്കിൽ അതിനൊക്കെ ഒരു രീതി വേറെയാണത്. മനസ്സിലായില്ലേ? അപ്പം എന്താ അവിടെ പറഞ്ഞത്? 58ാമത്തെ ശ്ലോകം. പീതാംബരം അണിഞ്ഞ് 8 തൃക്കൈകളിലും ആയുധം ധരിച്ച് താർഷ്യൻ്റെ പുറത്തൊട്ടേറെ വിലസിടുവോൻ. അതായത് ഗരുഡൻ്റെ മുകളിൽ ശ്രീവത്സവും കൗസ്തുഭവും പൊൻകിരീടവും ആർണവൻ മന്ദസ്മിതമയ നേടും നവകഞ്ചയദേക്ഷണൻ. സ്വപ്നം സർവമുണർന്നീടിൽ പോലെ ദാനവമായകൾ ആകെ നീങ്ങി വിപത്തെല്ലാം അകറ്റുന്നു ഹരിസ്മൃതി. നമ്മളിപ്പോൾ ഹരിയെ തപസ് ചെയ്ത് പ്രത്യക്ഷമാക്കൊന്നും വേണ്ട. ഹരിസ്മൃതി ഉണ്ടായാൽ തന്നെ മായ പ്രകടമില്ല. നാരായണ 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 എന്നിങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നോളൂ, മായ വരില്ല. ഓം നമോ ഭഗവതേ വാസുദേവായ, ദ്വാദശാക്ഷരി മന്ത്രം. അല്ലെങ്കിൽ ഓം ഹരയേ നമ, ഹരേ രാമ 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 ഹരേ ഹരേ, ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ. അടുക്കില്ല, മായ അടുക്കില്ല. അത് ഇതൊക്കെ ഷോർട്ട് വഴികളാണ്. പക്ഷെ ഒന്നും പ്രവർത്തിക്കില്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും? സ്വപ്നം സർവമുണർന്നീടിൽ പോലെ ദാനവമായകൾ ആകെ നീങ്ങി വിപത്തെല്ലാം അകറ്റുന്നു ഹരിസ്മൃതി. ഇനി ഇതിൽ 2 ശ്ലോകം കൂടിയുള്ളൂ. കാലനേമിയുടൻ അയക്കും ശൂലമച്യുതൻ. അച്യുതൻ ഒരു ശൂലം എടുത്ത് പ്രഹരിച്ചു. കാലനേമിയുടൻ തന്നേർക്കയച്ച ശൂലം അച്യുതൻ പിടിച്ചു. അതെ, അച്യുതൻ്റെ നേരെ കാലനേമി ഒരു വേലെറിഞ്ഞു, അത് പിടിച്ചു. കൊന്നാനതിനാൽ തന്നെ ആ സിംഹവാഹനനാണ് ആര്? കാലനേമി. അപ്പോൾ ബലി കഴിഞ്ഞാൽ പിന്നെ ഏറ്റവും വലിയ ആള് കാലനേമിയാണ്. ആ കാലനേമിയെ ഒരൊറ്റ ശ്ലോകമേ ഉള്ളൂ. കാലനേമി ഭഗവാനെ അസ്ത്രം പ്രയോഗിച്ചു, അത് പിടിച്ചെടുത്ത് തിരിച്ചയച്ചു, കാലനേമിനെ വധിച്ചു. മാലി സുമാലിയും അതിബലരെ എതിരാകെ അറുത്ത തലകൾ ചക്രത്താൽ. മാലി സുമാലിയും അതിബലരെ
എതിരാകെ അറുത്തുതലകൾ ചക്രത്താൽ. ഈ രണ്ട് വേറെ സബോർഡിനേറ്റിൻ്റെ. ഭഗവാൻ ഗരുഡനെ ഗതയാലോങ്ങുമ്പോൾ കൊന്നു മാല്യവാനെയും. അപ്പോൾ ഈ മാലിനി സുമാലിനിയും ചക്രം കൊണ്ട് ഭഗവാൻ ഹനിക്കുമ്പോൾ ഈ മാല്യവാൻ എന്ത് ചെയ്തു? എന്നാൽ ഇതാണ് തഞ്ചം വിചാരിച്ചിട്ട് ഗരുഡൻ്റെ കഥ ഇപ്പം കഴിക്കാൻ വിചാരിച്ചിട്ട് വലിയൊരു കഥ എടുത്ത് ഓങ്ങി. അപ്പോൾ പിന്നെ എന്താ പറയുക, മാല്യവാനെയും ഭഗവാൻ വധിച്ചു. ഇത് ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ. ശ്രീകൃഷ്ണ കഥാമൃതേ കലികൽമഷനാശനേ വിഭൂതികാണ്ഡേ വിശദതമസർഗ സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇനി 201 സർഗാണ്. അതിൻ്റെ ഹെഡിങ് ഞാൻ എഴുതി വെച്ചിട്ടില്ല, കാരണം ഇത് വലിയൊരു പുസ്തകമായിരുന്നു. അപ്പം ഞാൻ എന്ത് ചെയ്തു, 3 പുസ്തകമായിട്ട് അതിനെ പിന്നെ പിരിച്ചിട്ട് പിരിച്ചിട്ടാണ് എന്ത് ചെയ്തത്, ഈ വോള്യം. ഇനിയിപ്പോൾ 1ാമത്തെ വോള്യം എവിടെ ഇരിക്കണമെന്ന് അറിയാത്തത്, കാരണം അതിലാണ് ഇനിയിപ്പോൾ എന്താ പറയുക ഇതിന് ഹെഡിങ് കിടക്കണത്. ഹെഡിങ് ഇല്ലാതെ കണ്ട് നമുക്കൊന്നും പറയാനും പറ്റില്ലല്ലോ. എന്താണ് അത് എന്നുള്ളത് വഴിയുണ്ടാക്കാം. കാരണം സമയം വളരെ എത്രയായിട്ടുള്ളൂ, 11 മിനിറ്റല്ലേ ആയിട്ടുള്ളൂ. ഒരു 20 മിനിറ്റെങ്കിലും ആവും വേണ്ടേ. അപ്പോൾ ഞാനത് അവിടെ താഴത്ത് കൊണ്ട് വെച്ചെന്നു എന്നാണ് എൻ്റെ ധാരണ. ആ ഹെഡിങ് ഞാൻ പറഞ്ഞു തരാം. ഇവിടെ ഇല്ല, പ്രോഗ്രാം പുസ്തകം ഇവിടെ കാണാനില്ല. അപ്പോൾ കഥ പറയാം നമുക്ക്. 201 സർഗം 1 ശ്ലോകം എന്താ? ഭഗവത് കൃപയാൽ മായ നീങ്ങി ഉള്ളം തെളിഞ്ഞുടൻ അതേവരെയും വിജയിച്ചോരെ തോൽപ്പിച്ചു ദേവകൾ. മായാണ് ദേവന്മാർക്ക് കഷ്ടകാലം ഉണ്ടാക്കിയത്. ഭഗവാന്റെ വരവോടുകൂടി മായ പോയി എന്ന് കണ്ടപ്പോൾ ദേവന്മാർക്ക് ബാക്കിയുള്ളവരേനൊക്കെ പെട്ടെന്ന് ജയിക്കാൻ സാധിച്ചു. അതേവരെയും വിജയിച്ചോരെ തോൽപ്പിച്ചു ദേവകൾ. ബലിയിൽ ക്രുദ്ധനായി ഇന്ദ്രൻ. ഈ ബലിക്ക് 36,000 വർഷമൊട്ടെ അല്ലേ പിന്നെ ചക്രവർത്തി സ്ഥാനമൊക്കെ ഭഗവാൻ കൊടുത്തിട്ടുണ്ട്. പക്ഷേ ദൈത്യന്മാർക്ക് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അദ്ദേഹത്തിന് കുട പിടിക്കാതെ ഇരിക്കാൻ പറ്റില്ലല്ലോ. പക്ഷേ ഇന്ദ്രന് ദേഷ്യം വന്നു. ബലിയിൽ ക്രുദ്ധനായ ഇന്ദ്രൻ വജ്രായുധം എടുക്കവേ പരിഭ്രമിച്ചു പലരും, കഷ്ടം എന്നൊരു ചെയ്തു പോയി. അങ്ങനെയുണ്ട്. ഭഗവാന്റെ ഭക്തനാണ് മഹാബലി. അപ്പോൾ അങ്ങനെ വധിക്കാനും പറ്റില്ല. അപ്പോൾ ഇവിടെ ഒട്ടുകൂസാതെ യുദ്ധത്തിൽ ഉരുമ്പെട്ടുതു കാൺകവേ ബലിയോടോതിനാൻ ഇന്ദ്രൻ അവജ്ഞാപൂർവം. ഇങ്ങനെ ഈ ഇന്ദ്രൻ്റെ ഒരു പോരായ്മേനെ ഇപ്പം കാണിക്കാൻ പോണത്. അവജ്ഞയോടുകൂടി ബലിയെ ആക്ഷേപിച്ചു. എന്താ പറഞ്ഞത്? കള്ളൻ കിടാങ്ങളെ മറച്ച് ഒക്കെയും കൊണ്ടുപോകും വിധം മായേശൻ്റെ വരയോ മായേശൻ്റെ വരായോരിൽ മായ കാട്ടിയ വെഡ്ഢികൾ. സാക്ഷാൽ മായാധിനാഥനായിരിക്കുന്ന ഭഗവാന്റെ ആൾക്കാരോട് മായ കാണിച്ച പെരും കള്ളനല്ലടാ നീ എന്ന് ചോദിച്ചു തന്നെ. കള്ളൻ കിടാങ്ങളെ മറച്ചൊക്കെയും കൊണ്ടുപോകും വിധം മായേശൻ്റെ വരായോരിൽ മായ കാട്ടിയ വിഡ്ഢികൾ. കാപ്പട്യം കൊണ്ടു വിണ്ണേറാൻ കൊതിച്ചിടുക കാരണം അല്ലേ. തസ്കരന്മാരെ പോലെ ചീറ്റ് ചെയ്തിട്ട് ഇന്ദ്രൻ്റെ പദവി അല്ലെങ്കിൽ ഇന്ദ്രൻ്റെ രാജധാനി ഭരിക്കണം എന്നൊക്കെ വിചാരിക്കണത് നന്നോ? കാപ്പട്യം കൊണ്ടു വിണ്ണേറാൻ കൊതിച്ചിടുക കാരണം മുമ്പത്തേക്കാൾ നിങ്ങൾ അധപ്പതിക്കും കണ്ടുകൊള്ളുവിൻ. ഒരു എന്താ പറയാ, വാക്കുകൊണ്ടൊരു ശരപ്രയോഗം. മായ കാണിച്ച മിത്രങ്ങളെ തൻ മുമ്പാകെ നിൽക്ക നീ മുന 100 വജ്രം കൊണ്ടറുക്കും തലയുന്നു ഞാൻ. എന്താ പറഞ്ഞത്?
മായ കാണിച്ച മിത്രങ്ങളൊത്തയൻ മുമ്പാകെ നിൽക്ക നീ. മുന 100 വജ്രം കൊണ്ടറുക്കും തലയുന്നു ഞാൻ എന്ന് ഇന്ദ്രൻ. 7ാമത്തെ ശ്ലോകം. ബലി ചൊല്ലിയെ എതിർത്തിടും കാലകർമാനുകൂലമായി ജയമോ തോൽമയോ പോരോ മൃത്യുവോ പലതും വരാം. ബലി അതിന് നല്ലൊരു മറുപടി പറഞ്ഞു. ബലി ചൊല്ലി എതിർത്തിടും അനുകൂലമായി. കാലം കർമ്മം അനുകൂലമായാൽ ജയമോ തോൽവിയോ പോരോ മൃത്യുവോ പലതും വരാം. അതായത് ആർക്കാണ് കാലം അനുകൂലമാവണത് അവർ ജയിക്കും. കാലം ആർക്കാണ് അനുകൂലമല്ലാതെ കണ്ടാവണത് അവർ പരാജയപ്പെടും. അതിൽ എനിക്ക് വലിയ പ്രശ്നമൊന്നുമില്ല. ബലി അതാണ് ശരി. ആ ബലിയുടെ സ്റ്റാൻഡാണ് നമ്മൾ എടുക്കേണ്ടത്. കാലത്തിൻ കയ്യിലാണെല്ലാം വിജ്ഞന്മാരിളകില്ലതിൽ. അവിടെയാണ് മലകൾ ഇളകിലും മഹാജനാനാം മനമിളക. ശ്രദ്ധിക്കേണ്ട കാര്യം അത്. അപ്പോൾ ദേവന്മാർ ശരിക്കും പറഞ്ഞാൽ ഈ ബലിയുടെ അടുത്ത് ഇങ്ങനെയൊന്നും പറയേണ്ട ആവശ്യമില്ല. കാരണം ബലിക്ക് ആരുടെ അനുഗ്രഹമുണ്ട്? സാക്ഷാൽ മഹാവിഷ്ണുവിൻ്റെ അനുഗ്രഹമുണ്ട്. അത് മനസ്സിലാക്കണം. അപ്പോൾ കാലത്തിൻ കയ്യിലാണെല്ലാം വിജ്ഞന്മാർ ഇളകിൽ എല്ലാ അതിൽ മാഴുകും തെളിഞ്ഞിടും നീ അത് അറിയാത്തവനാകയാൽ. അല്ലേ? ഈ എന്താ പറയുക, ഒരു പദവിയിലിരിക്കണവരെ മറ്റുള്ളവരെ ആക്ഷേപിക്കരുത്. മറ്റുള്ളവർ തിരിച്ചാക്ഷേപിച്ചാൽ പദവിയിലിരിക്കുന്നവനാണ് മോശം. ഞാൻ കുട്ടിക്കാലത്തൊരു സൂത്രം മനസ്സിലാക്കിയിട്ടുണ്ട്. എന്താ സൂത്രം? ഈശ്വരനെ മനസ്സറിഞ്ഞ് വിളിക്കുക. ഈശ്വരനെ മനസ്സറിഞ്ഞ് വിളിക്കുമ്പോൾ പരാജയ ഭീതി നമ്മൾക്ക് വേണ്ട. കാരണം എന്താ? ഈശ്വരൻ നമ്മൾ ശ്രദ്ധിക്കാതെ ഉണ്ടെങ്കില്ല. പിന്നെ ഈശ്വരനോട് ഇടയ്ക്കിടയ്ക്ക് പറയാം, ഒരു നിവൃത്തിയില്ല, അറിഞ്ഞോ അറിയാതെ കണ്ടോ ഒരു തെറ്റ് ചെയ്യണില്ല, സഞ്ചിത പ്രാരബ്ധ കർമ്മങ്ങളുടെ പോരായ്മ ഉണ്ടാവും, അത് അങ്ങ് കാത്തു രക്ഷിക്കണം. ഇനി കുട്ടിക്കാലം മുതൽ തന്നെ ഒരു ബേസില്ലാന്ന് പറഞ്ഞാൽ വലിയ പഠിപ്പും പത്രാസും ഒന്നും ഇല്ലാണ്ട് കൃഷ്ണ രാമ ഗോവിന്ദ രാമകൃഷ്ണ ഗോവിന്ദ എന്ന് പറഞ്ഞു വരണ എന്നെ ആരെങ്കിലും അപഹസിക്കാൻ ഇടയായാൽ അത് എനിക്കുള്ളതല്ല. ആ സൂത്രമാണത്. ആ സൂത്രം ഞാൻ ഭഗവാനോട് എപ്പോഴും പറയും, ഈ ഒരു സൂത്രം അങ്ങ് പറഞ്ഞിട്ടുണ്ട്, അത് തന്നെ ഇപ്പം എൻ്റെ സ്ഥിതി. അതുകൊണ്ട് അങ്ങക്ക് ഞാൻ ലഭ്യനായി കാണണം, ഞാൻ പരാജയപ്പെട്ട് കാണണം എന്നാണ് വെച്ചാൽ അങ്ങനെ ആയിക്കോട്ടെ. അല്ലെങ്കിലോ എനിക്ക് വിജയം ഒന്നും വേണ്ട, സോസോ ഇങ്ങനെ പോയാൽ മതി. ഇത് ഇന്നേ വരെ എത്തിച്ചിട്ടുണ്ട് അദ്ദേഹം എന്നെ. അതിൽ എനിക്ക് അദ്ദേഹത്തിനോടുള്ള കടപ്പാട് എത്രയാണെന്ന് അറിയില്ല. അപ്പോൾ ഞാൻ ഈ ബലി പറഞ്ഞത് ആണ് ശരി. ഇന്ദ്രൻ ഒരിക്കലും ഇങ്ങനെ അവഹേളിക്കാൻ പാടില്ല ബലിനെ എന്ന് പറഞ്ഞാൽ നമ്മളാരും ശത്രുക്കളെ ഉദാസീനന്മാരേനെ അവഹേളിക്കരുത്, അത് തിരിച്ചടിക്കും. കാലത്തിൻ കയ്യിലാണെന്ന് എല്ലാം വിജ്ഞന്മാരിളകില്ലതിൽ മാഴുകും തെളിഞ്ഞിടും നീ അത് അറിയാത്തവനാകയാൽ ഞാനാണെല്ലാം ചെയ്വത് ഈ മട്ടുറച്ച ഈശ്വര സൃഷ്ടിയിൽ മർമ്മം തുളയ്ക്കും വാക്കോതി മോദിക്കും നീ ദയാർഹനാം. ഇപ്പം എന്താ പറഞ്ഞത്? ഇന്ദ്ര, നീ എന്നെ അധിക്ഷേപിച്ചത് എന്നെ അല്ല അധിക്ഷേപിച്ചത്, ഈശ്വരനാണ് അധിക്ഷേപിച്ചത്. കാരണം ഞാൻ ഈശ്വരൻ്റെ പ്രൊട്ടക്ഷനിലുള്ള ആളാണ്. ഇത് വളരെയധികം മനസ്സിലാക്കണം. അപ്പോൾ ഞാനാണ് എല്ലാം ചെയ്വത് ഈ മട്ട് ഉറച്ച ഈശ്വര സൃഷ്ടിയിൽ മർമ്മം തുളയ്ക്കും വാക്കോതി മോദിക്കും നീ ദയാർഹനാം. നിഷ്പ്രയോജന ശബ്ദങ്ങൾ പാഴ്വാക്കുകൾ ഉരിയാടരുത്. ഞാനിത് വളരെ കുട്ടിക്കാലത്ത് പഠിച്ചിട്ടുണ്ട്. എന്നെ അച്ഛൻ പറഞ്ഞു ബോധിപ്പിച്ചിട്ടുണ്ട്. പാഴ്വാക്ക് പറയരുത്. സാധിക്കണ കാര്യം ചെയ്ത് കാണിക്കുക, പറയാൻ പാടില്ല. പറഞ്ഞാൽ അതിൻ്റെ ഐശ്വര്യം പോയി. പറയരുത്. എന്ത് മലം മറിക്കാൻ സാധിച്ചാലും മിണ്ടിപ്പോകരുത്, മറിച്ച് കാണിച്ചു കൊടുക്കുക. അപ്പോൾ അവർ മനസ്സിലായിക്കോളും.
അപ്പോൾ പറഞ്ഞു, നിഷ്പ്രയോജന ശബ്ദങ്ങൾ മാത്രമായവയെണ്ണുവാൻ ശീലിക്കയാണു ഞാൻ, ഊറ്റം കൊള്ളുകയാണ് ഇന്ദ്രനായ നീ. നിൻ്റെ തെറ്റുകൾ എത്രയാണെന്ന് ഞാൻ എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ഞാൻ ആരോടും പറയില്ല, ഇന്ദ്ര നീയെ വെറുതെ ഊറ്റം കൊള്ളുകയാണ്, നിനക്ക് എന്നെ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല. കാരണം ഭഗവാൻ ബലിയുടെ കാവലാളായിട്ട് ഇരുന്നോളാന്നാണ് പറഞ്ഞിട്ടുള്ളതേ. അതുകൊണ്ടാണ് നിഷ്പ്രയോജന ശബ്ദങ്ങൾ മാത്രമായവയെണ്ണുവാൻ ശീലിക്കയാണു ഞാൻ, ഊറ്റം കൊള്ളുകയാണ് ഇന്ദ്രനായ നീ. ആ ഒരു 3 ശ്ലോകങ്ങൾ 8, 9, 10 മർമ്മം മനസ്സിലാക്കിയാൽ നമ്മൾ ജീവിതത്തിൽ രക്ഷപ്പെടാം. ഇപ്പോൾ നമ്മൾ വലിയ ലക്ഷങ്ങൾ പൊടിച്ചിട്ട് സ്വർണം പൂശൊന്നും വേണ്ട, അവരവരുടെ മനസ്സിനെ ഒന്ന് പരിഭാഗപ്പെടുത്തിയാൽ മതി. അപ്പോൾ പറഞ്ഞു, ഈ വണ്ണം മൃദുവായോതി വില്ലെടുത്തു മഹാബലി, ബാണങ്ങളെയ്താൻ ഇന്ദ്രൻ്റെ നേരിട്ട് ഉഗ്രപരാക്രമി. പറയാനുള്ളതൊക്കെ പറഞ്ഞ് വില്ലെടുത്ത് പ്രയോഗിച്ചു. ശത്രു ചൊല്ലിയൊരാക്ഷേപം ശരിയെന്നോർക്കിലും, മഹാൻ നീറിനാൻ കുലിശത്തിൻ്റെ കുത്തുകൊണ്ടാന പോലവേ. തോട്ടി കൊണ്ടുള്ള കുത്ത് കൊണ്ടിട്ട് പൊളയുന്ന ആന പോലെ ബലിയുടെ മുമ്പിൽ ഈ വജ്രഹസ്തനായിരിക്കുന്ന ഇന്ദ്രന് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. യുദ്ധത്തിൻ്റെ ഗതിയെ പറ്റി നമ്മൾ മനസ്സിലാക്കണം. ഭഗവാൻ അവരുടെ ഒപ്പം ഉണ്ട്, അതുകൊണ്ട് അവർ ജയിച്ചു. ഇതാണ് സത്യം. അപ്പം നമ്മളെപ്പോഴും ഈശ്വരീയത ഉള്ളവരുടെ അടുത്ത് ഊറ്റം കൊള്ളരുത്. ഞാൻ എവിടെ പ്രഭാഷണത്തിൽ പോവുകയാണെങ്കിൽ ആദ്യം തന്നെ ഞാൻ പറയും, എനിക്കറിയാം എന്നേക്കാൾ വാഗ്ധോരണി ഉള്ള ആൾക്കാർ ചിലപ്പോൾ ഇതിൽ ഇരിക്കുന്നുണ്ടാവും. അവർക്ക് ചിലപ്പോൾ അത് എക്സ്പ്രസ് ചെയ്യാൻ സാധിച്ചു എന്ന് വരില്ല. അതുകൊണ്ട് അവർ മോശക്കാരല്ല. അപ്പോൾ അവരെ ആദരവോടുകൂടി കണ്ട് എല്ലാവരെയും ഞാൻ മനസ്സുകൊണ്ട് നമസ്കരിക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ ഒരു നിയോഗം പോലെ നിങ്ങൾ എന്നെ വിളിച്ചു, ഞാനിത് പ്രഭാഷണം ചെയ്യണം. അതിലാരും കേൺമന്മാരില്ല, ആരും മോശക്കാരുമില്ല എന്നൊക്കെ പറയും ഞാൻ. അതൊക്കെയാണ് സത്യം, മനസ്സിലായില്ലേ? അപ്പോൾ ശത്രു ചൊല്ലിയൊരാക്ഷേപം ശരിയെന്നോർക്കിലും, മഹാൻ നീറിനാൻ കുലശത്തിൻ്റെ കുത്തുകൊണ്ടാന പോലവേ, കോപിച്ച് അമോഘ വജ്രം താൻ പ്രയോഗിക്കയുടൻ, ബലി ചിറകറ്റദ്രി പോൽ വീണാൻ വിമാനത്തോടെ ആ മഹാൻ. ഒന്ന് വീണു. അത് കാരണം വജ്രത്തിനെ ബഹുമാനിക്കണ്ടേ. അപ്പം കോപിച്ച് അമോഘ വജ്രം താൻ പ്രയോഗിക്കേ ഉടൻ, ബലി ചിറകറ്റ അദ്രിപോൽ, അതായത് പക്ഷം പോയ പർവ്വതത്തിനെ പോലെ ചിറകറ്റദ്രി പോൽ വീണാൻ വിമാനത്തോടെ ആ മഹാൻ. മിത്രം മരിച്ചതായി കണ്ടു വൃഷാകവിയെ വെട്ടുടൻ ജംഭൻ പാഞ്ഞെത്ത് ഇന്ദ്രൻ്റെ പിരടിക്കും ഗജത്തെയും ഗതയാൽ തല്ലി വെള്ളാന മോഹാരസ്യത്തോടൂഴിയിൽ. അതായത് മിത്രം മരിച്ചതായി കണ്ട് അത് ബോധമില്ലാണ്ട് വീണെന്നേ ഉള്ളൂ. ബലി ബോധമില്ലാണ്ടായി. അപ്പോൾ ആൾക്കാർ മരിച്ചു എന്ന് വിചാരിച്ചു. മരിക്കാനുള്ള സാധ്യതയില്ലല്ലോ, കാരണം ബലിക്ക് ഇത് കൊടുത്തിട്ടുണ്ട്, ചിരഞ്ജീവിത്വം കൊടുത്തിട്ടുണ്ട്. അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ വൃഷാകപിയെ വെട്ടുടൻ ജംഭൻ വലിയൊരാളാണ്. പാനെത്തി ഇന്ദ്രൻ്റെ പിരടിക്കും ഗജത്തെയും ഗതയാൽ തല്ലി വെള്ളാന മോഹാലസ്യത്തോടു ഊഴിയിൽ വീണാൻ 1000 അശ്വങ്ങൾ ചേർന്ന തേരൊന്നു മാതലി. അതായത് ഈ നാൽക്കൊമ്പനാനയുടെ മുകളിലാണല്ലോ വാസവൻ ഇന്ദ്രൻ യുദ്ധം ചെയ്യണത്. അപ്പോൾ ഈ ആന മോഹാലസ്യപ്പെട്ട് വീണപ്പോൾ മാതലി 1000 അശ്വങ്ങൾ, കുതിരകളെ പൂട്ടിയിട്ടുള്ള തേരോടുകൂടി മാതലിയാണ് ഇന്ദ്രൻ്റെ തേരാളി. അതാണ് മനസ്സിലാക്കേണ്ടത്. കൊണ്ടുവന്നതിൽ വന്നിന്ദ്രനേറിനാൻ ജംബൻ എത്രയും മാനിച്ചു മഹാരഥിയെ.
കേമനാണ് നീ സമ്മതിച്ചു. മഹാരഥിയെ ശൂലത്താൽ കുത്തി നിഷ്ഠുരൻ അത് എമ്മട്ടോ സഹിച്ചും കൊണ്ട് അദ്ദേഹം നീറി നിൽക്കവേ കോപിച്ചു ജംബന്റെ തല വജ്രത്താൽ കൊയ്തു വാസവൻ. ഓക്കെ. നാരദൻ ചൊല്ലി ജംബന്റെ കഥ കേട്ടത്രയും ക്ഷണം വന്നെത്തി പാകൻ നമുജീവലൻ തൊട്ടുള്ള സർവരും ഇന്ദ്രനോട് പകരം ചോദിക്കാൻ വേണ്ടി ചേർന്നൊരേ വിധം ആക്ഷേപം ചെയ്തുകൊണ്ടു മഹേന്ദ്രനിൽ ശരം ചൊരിഞ്ഞു മേഘങ്ങൾ വൻകുന്നിൽ മഴ പോലവേ. അവിടെ യുദ്ധമാണ്, അന്ന് എനിക്ക് താല്പര്യമില്ല. ഇന്ദ്രന്റെ തേർക്കുതിരകളായിരത്തിലും ആ വലൻ അയച്ചാൻ ബാണം ഒരുമിച്ചത്ര കൈവേഗമാർന്നവൻ. 1000 കുതിരകളെ ഒരേ ക്ഷണത്ത് മുറിവേൽപ്പിക്കുന്ന രീതിയിലുള്ള യുദ്ധ കൗതൂഹലാണ് ആര് കാണിക്ക വെച്ചത്. മാലവൻ മാലവത്തിലും ആ വലൻ അയച്ചാൻ ബാണം ഒരുമിച്ചത്ര കൈവേഗമാർന്നവൻ 100 എയ്താൻ ബാണം ഒന്നിച്ചു പാകൻ മാതലിയെങ്കലും തേരാളുടെ മുകളിലും അവൻ്റെ തേരിലും കണ്ട് അത്ഭുതപ്പെട്ടു സർവരും. 15 ശരം പൊൻ കെട്ടിയത് ഇന്ദ്രനിലെ ഇതുടൻ വീരൻ നമുജി കാർമേകം കണക്കിൽ അലറി നിഷ്ഠുരൻ. ദൈത്യന്മാരൊത്തു ചേർന്നെയ്ത ശരവർഷത്തിൽ ഇന്ദ്രനും തേരും തേരാളിയും മൂടി വർഷാഭ്രത്തിൽ ഇനൻ വിധം. അതായത് കാർമേഘം കൊണ്ട് സൂര്യൻ എങ്ങനെ മറയ്ക്കപ്പെടുന്നു അങ്ങനെ ഈ അസുരന്മാരുടെ അസ്ത്രപ്രയോഗം കൊണ്ട് ഇന്ദ്രനെ കാണാതെ ഉണ്ടായി. ദേവന്മാരിന്ദ്രനെ കാണാൻ നാഥൻ വിഷമത്തിലായി. ദേവന്മാരിന്ദ്രനെ കാണാൻ അണഞ്ഞ അനാഥർ. ഇപ്പം അതായത് ഇന്ദ്രൻ ഇല്ലെങ്കിൽ ദേവന്മാർ നാഥനില്ലേ കളരിയില്ലേ. അതാണ് അനാഥർ വിഷമത്തിലായി കച്ചവടക്കാർ കപ്പൽ മറിഞ്ഞ് അരിയിൽപ്പെട്ട വാതിരി. നല്ലൊരു കച്ചവടമൊക്കെ ചെയ്തിട്ട് ധാരാളം മുതലുണ്ടാക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട് വരികയാണ്. പക്ഷേ കപ്പലിനെ വെള്ളം കയറിപ്പോയ പിന്നെ എന്ത് കച്ചവടം ചെയ്യാം. തേരിൽ തേരാളിയൊത്ത ഇന്ദ്രൻ ശരകൂടം തകർത്തുടൻ വിണ്ണും മണ്ണും വിളങ്ങിച്ചാൻ വിഭാതാദിത്യനെന്ന പോൽ. കാർമേഘത്തിൽ നിന്ന് പുറത്തു വരുന്ന സൂര്യനെ പോലെ ശരകൂടത്തിൽ നിന്ന് തേരിൽ തേരാളിയൊത്ത് ഇന്ദ്രൻ ശരകൂടം തകർത്ത് ഉടൻ വിണ്ണും മണ്ണും വിളങ്ങിച്ചാൻ. എല്ലാവർക്കും സമാധാനമായി. വിണ്ണവന്മാരെ വല്ലാതെ വിദ്രോഹിപ്പത് കണ്ടുടൻ ശത്രുക്കളെ കൊല്ലുവതിന് ഇന്ദ്രൻ വജ്രം ഉയർത്തിനാൻ. ഇനി പാകൊന്നുമില്ല, എല്ലാവരെയും വജ്രം കൊണ്ട് കൊല്ലുക എന്നുള്ള നിലയിലെത്തി. മുനയിട്ടുള്ള വജ്രത്താൽ വെട്ടിനാൻ ബലപാകരെ. ബന്ധുക്കൾ നോക്കി നിൽക്കെ താൻ ദൈത്യരാകെ ഭയന്നുപോയി. ശോകാർത്തനായി പോയി നമുജിയെങ്കിലും ക്രുദ്ധനായുടൻ ഇന്ദ്രനെ കൊല്ലും എമ്മട്ടും എന്നുറച്ചു മഹാബലൻ. പകരം ചോദിക്കാണ്ടിരിക്കാൻ പറ്റില്ല എന്ന രീതിയിൽ പൊൻകെട്ടി മണി തൂങ്ങുന്ന വലുതാം ശൂലമൊന്നുടൻ എടുത്തു സിംഹവീരൻ പോലെ അലറിച്ചെന്ന് നിർദ്ദയൻ പ്രയോഗിച്ചാൻ മഹേന്ദ്രങ്കൽ. ഇന്ദ്രനിൽ ചത്തു നീയെന്നു ചൊല്ലിനാൻ. അത് ഒരു ഈ യുദ്ധത്തിൻ്റെ എന്താണെന്നാ പറയാം കൗതൂഹലം സഹിക്ക വയ്യാഞ്ഞിട്ട് എൻ്റെ പണി കഴിഞ്ഞു കേട്ടോ എന്ന് പറഞ്ഞു. പക്ഷേ ചൊല്ലിനാൻ അവൻ്റെ ശൂലം 100 മുറിച്ചു കുലിശത്തിനാൽ. പക്ഷേ ആ ശൂലത്തിനെ 100 വാസവൻ പിടിച്ചു. കുലിശത്തിനാൽ കഴുത്തിൽ ക്രോധതാമ്രാക്ഷൻ വെട്ടിയു കോടെയെങ്കിലും തൊലി പോലും അടർന്നീല. വെട്ടി തൊലി കൂടി
അനങ്ങിയില്ല. തൊലിയു പോലും അടർന്നീല. വിസ്മയച്ചോതി സർവരും എല്ലാവരും അത്ഭുതസ്തംഭരായി. വീരനാം മിത്രനെ കൊന്ന വജ്രത്തിന് ഇത് അവജ്ഞയാം. അതായത് പിന്നെ വിത്രാസുരനെ കൊന്ന വജ്രത്തിന് ഈ ഒരു അസുരനെ എന്തുകൊണ്ട് കൊല്ലാൻ പറ്റിയില്ല എന്നൊരു ചോദ്യത്തോടു കൂടി അവിടെ നിർത്താം നമ്മൾക്ക്. ഏവർക്കും ശ്രീഹരിയുടെ അനുഗ്രഹാശസ്സുകൾ നിർലോഭം ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ചുരുക്കുന്നു. നമസ്കാരം. നാളെ കാണാം.